ഹായ് ഹലോ ഗ്രീൻ ടു വെള്ളിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ അന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂട്ടുകാരൻ്റെ കൊച്ചിൻ്റെ പേരുവിളിയായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ആ കൊച്ചിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നുണ്ട് തൃശ്ശൂർ. അപ്പോൾ ആ പോണ വഴിയിൽ ഒരു ഷോപ്പുണ്ട്. നമ്മൾ തൃശ്ശൂർ മഹാരാജാസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിങ്ങിന് പോയിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വന്നപ്പോൾ ജൂബിലി കൂടി വന്ന് അപ്പോൾ അവിടെ ഒരു ഹോൾസെയിൽ കടയുണ്ട് ഫിഷിൻ്റെ. അപ്പോൾ അവിടെ കയറി നമ്മൾ മീനൊക്കെ നോക്കി. മീനിൻ്റെ ഷോർട്ട് വീഡിയോകൾ ഞാൻ ഇടുന്നുണ്ട്, ഫുൾ വീഡിയോ ഞാൻ വേറെ വീഡിയോ ഇട്ട് ചെയ്യാം. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയൊരു മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അത് ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഫിഷിന് അത്രയും റേറ്റ് വന്നിട്ടില്ല കേട്ടോ, ചെറിയൊരു പൈസ വന്നിട്ടുള്ളൂ. അതിന് നമ്മൾ പുറത്ത് വാങ്ങിക്കുമ്പോൾ നല്ലൊരു റേറ്റ് വരുന്നുണ്ട്, 150 രൂപ 300 അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം പൈസ കുറവിന് കിട്ടിക്കണത്. പൈസക്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞായിരിക്കും. പിന്നെ മീനെ കാണിച്ചു തരാം. അതിനുള്ള ടാങ്കും അതിനുള്ള ചെറിയൊരു ടാങ്ക്, അതായത് ഫൈറ്ററിനാണ് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടാങ്ക് നമ്മുടെ കയ്യിലുണ്ട്, കാലങ്ങളായിട്ട് വെച്ചേക്കണതാണ്. അത് നമ്മൾ മീനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്ത് മീൻ ഇടുന്നൊരു ചെറിയൊരു വീഡിയോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫുൾ വീഡിയോ ഞാൻ വേറെ ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോട്ടാ. പിന്നെ ഇത് നമ്മുടെ മയിൽവാഗിയാണ് കേട്ടോ. വെള്ളം ഒന്നും മാറ്റിയിട്ടില്ല. നമ്മളിത് ഫുൾ ടൈം അടച്ചു വെക്കണം, വൈകുന്നേരം മാത്രമേ ഇത് തുറന്ന് വെക്കാറുള്ളൂ. ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് തുറന്ന് വെച്ചേക്കണത്. അപ്പോൾ അത് കാരണം തന്നെ ആൽഗ വലിയാണ്ട് പിടിച്ചില്ല കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ സുഖമാണ് ഇത് കേട്ടോ. ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ സുഖമാണ്. ഇപ്പം അധികം ആൽഗ പിടിച്ചിട്ടില്ല. പിന്നെ ഇവർ അത്യാവശ്യം വലുതായിട്ടുണ്ട്, നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ വാലൊക്കെ ചെറിയ രീതിയിൽ മുറിയുന്നുണ്ട്. ഇനി ഇവർക്ക് വലിയൊരു ടാങ്ക് പണിയേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫൈറ്ററിനുള്ള ടാങ്ക് ഇതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ഉമ്മർത്ത് കെട്ടിയിട്ടേക്കുന്ന ടാങ്കാണ് ഇത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈറ്ററിന് ഇടേണ്ട ടാങ്ക്. പക്ഷേ ഇതിൽ ഞാൻ ഒന്നും ഇടാറില്ല കേട്ടോ. ഇത് പെങ്കിൻ്റെ പോലത്തെ ഒരു ഡിസൈനാട്ടോ ഇതിന് വന്നേക്കണത്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിക്ക് മീനിടാം. അതിൽ തന്നെ തയ്ക്കണം, അയച്ചിട്ട് വേണം ഇത് ചെയ്യണം കേട്ടോ. ഇവിടെ അല്ല ഇടാം, നമ്മൾ അകത്തായിരിക്കും വെക്കുക കേട്ടോ. അതിൽ ഒന്നും ഇടാത്ത തന്നെ വെള്ളം നിറച്ച് വെച്ചേക്കാണ്. ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് ഇതിൽ മീനിടാം. അപ്പം നമ്മൾ വാങ്ങിയേക്കണ മീൻ ഇതാണ് കേട്ടോ. ഇതിന് നമ്മളേ ഫുഡ് വാങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ ഫുഡ് എന്ന് പറയുന്ന സാധനം അത് വാങ്ങിയിട്ടുണ്ട്. കൈ കയറില്ല. ഇതിലെന്റെ കൈ കിടക്കാത്ത കാരണം എന്റെ ഡാഡുവിന്റെ അടുത്ത് പറഞ്ഞിട്ടാട്ടാ ഇയാള് കഴുകി തന്നത്. നീ കിടന്നേ കൈ ഇടില്ലേ അടുത്ത് ഈ പച്ച കണ്ടില്ലേ, ഈ മൂലക്ക് ഒരക്കി ഇവിടെ ഇവിടെ ഈ ഹോട്ടല് ഇതെവിടെ കണ്ടാ, ഇവിടെ കെടുക്ക്, ഇങ്ങോട്ട് തിരിക്കി, ഇവിടെ കെടുക്ക്. ഇതിൻ്റെ ഉള്ളില് അച്ഛ കൈ കാണിക്കില്ലേ, അവിടെ കഴിക്കട്ടാ. ഇങ്ങോട്ട് തിരിക്കി, ഇവിടെ മൂലക്ക് മുട്ടിക്ക്, ഇങ്ങോട്ട് മുട്ടിക്ക്. എന്റെ കൈ കിടക്കുന്നു. കൈ വെക്കാൻ കേറില്ല. അത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ശരിക്കും ഇങ്ങനെയാണ് വരുന്നത്. അടക്കട്ടെ, ഫുള്ളടക്കണ്ട. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പെങ്കിൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെ പെങ്കിൻ്റെ ഡിസൈനാണ് വന്നേക്കണം കേട്ടോ. അത് ഇതിനിടാൻ പോവാണ് കേട്ടോ.
നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ മീന് എത്ര രൂപ വന്നു എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ടൊന്ന് അറിയിച്ചു തന്നോളൂ കേട്ടോ. മീനെ നമ്മൾ ഇതിൽ ഇട്ടുണ്ട് കേട്ടോ. എത്രത്തോളം കാണാൻ പറ്റുന്നില്ല, അവൻ ബാക്കിൽ നിൽക്കണേ ചെക്കൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഇതാണ് കേട്ടോ. ടോപ്പ് ഇങ്ങനെ വയ്ക്കും. ഇത് മെയിലാണ് കേട്ടോ, ഫീമെയിലൊന്നും വാങ്ങിയില്ല. ഒരെണ്ണം മാത്രം നമ്മൾ വാങ്ങിയത്. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. പിന്നെ ഇതിന് കാണുമ്പോൾ ഒരു ഫീമെയിലിനെ പോലെ ഉണ്ട്. നമ്മൾ ഫുഡ് കൊടുക്കേണ്ടത് വേണ്ട. ഇവിടെ 2 ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ തീറ്റ കൊടുക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഒരുപാട് കളറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഈ കളറാണ്. അതാണ് ഞാൻ ഈ കളർ വാങ്ങിയിട്ടാ. ഐവറി കളർ കുറയും. നമ്മൾ ആ ഷോപ്പിൽ പോയപ്പോഴേ ഒരുപാട് മീൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വിൽക്കാനായിട്ട്. അതിൽ ഫൈറ്ററിൻ്റെ തന്നെ ഒരു ബോക്സിൽ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ നല്ല കളർ ഇതായിട്ട് തോന്നിയത്. പിന്നെ ഒരുപാട് കളറുണ്ട് കേട്ടോ. കളറിനൊന്നും വില വ്യത്യാസം ഒന്നുമില്ല. എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെയാണ്. നമുക്കിത് ഒരു പീസിന് 65 രൂപയാണ് വന്നത് കേട്ടോ. നമുക്ക് ഒരെണ്ണം 60 രൂപയ്ക്ക് തന്നു. ഇനും പറഞ്ഞാൽ മീനുകൾ വാങ്ങിക്കുമ്പോൾ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കാനായിരിക്കും നല്ലത് കേട്ടോ. അതേപോലെ തന്നെ നല്ല റേറ്റ് കുറവിന് കിട്ടും. ഞാനൊക്കെ പണ്ട് വാങ്ങിയതിന് കയ്യും കണക്കില്ല. എന്താണെന്ന് വെച്ചാൽ 250 രൂപ, 150 രൂപ, 300 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് ഒരു പീസിന് കേട്ടോ. ഇവിടെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കെങ്കിലും അടിച്ചോളട്ടെ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ. നമുക്ക് അടുത്ത വീഡിയോയിലാണ്. ബൈ.